സാറേ, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മാച്ച് ഫിക്സിംഗ് നടന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ലേഖനം എഴുതുന്നു. ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ അധികൃതർ പറയുന്നു ഇതിൻ്റെ കണ്ടന്റ് മുഴുവൻ സത്യത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങളാണെന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇതേ കാര്യം തന്നെയല്ലേ വിദേശത്തും പോയി പ്രസംഗിക്കുന്നേ? ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിരുന്നു. നേരത്തെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറി നടത്തി 7 ലക്ഷം പുതിയ വോട്ടർമാരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചിട്ട് കൂടുതലായിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് കുറെ ആരോപണങ്ങൾ. അപ്പൊ കഴിഞ്ഞ ദിവസം മാച്ച് ഫിക്സിംഗ് ഇൻ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞിട്ട് ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ലേഖനം രാഹുൽ ഗാന്ധി എഴുതിയിരുന്നു. ഇന്നലെ ഒരു ലേഖനം എഴുതിയിരുന്നു. ഇന്ന് രാവിലെ അതേ ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ ഈ ലേഖനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഴുവൻ പോഴത്തമാണെന്ന് ഒരു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അസാധാരണമാണ് സാധാരണഗതിയിൽ. കാരണം ഒരു പത്രത്തില് നമ്മളൊരു ലേഖനം അച്ചടിക്കുമ്പോൾ ആ ലേഖനം വായിച്ചിട്ടാണല്ലോ അച്ചടിക്കുന്നത്. നമ്മുടെ പത്രത്തിന് പറ്റുമോ, നമ്മുടെ പത്രത്തിന്റെ നയത്തിന് പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ഇതെന്തെങ്കിലും സമ്മർദ്ദം വന്നിട്ട് കൊടുത്തതായിരിക്കണം. പിന്നെ സാധാരണഗതിയിൽ അപ്പം നമ്മൾ നമ്മുടെ പത്രത്തിന്റെ നയത്തിന് പറ്റിയതായതുകൊണ്ട് ആ ലേഖനങ്ങൾക്ക് നമ്മൾ മറുപടി പറയില്ല. അതിലത്തെ ലേഖനം അതിന് വിമർശനം വന്നാലും സാധാരണഗതിയിൽ ആ വിമർശനങ്ങളും അച്ചടിക്കുകയൊന്നുമില്ല. ഇത് ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ അച്ചടിച്ചൊരു ലേഖനത്തിന് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ മറുപടി പറഞ്ഞിരിക്കുന്ന അസാധാരണമായൊരു സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ ഇത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചതാണ്. പിന്നെയും ഇങ്ങനെ ഒരു പോഴൻ ലേഖനം അച്ചടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ എക്സ്പ്രസിന്. അപ്പോൾ ഒരു തിരിച്ചറിവോ വീണ്ടും വിചാരമോ അതിൻ്റെ പത്രാധിപ സമിതിയിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പോയിന്റാണ് രാഹുൽ ഗാന്ധി അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇല്ലാത്ത പോയിന്റുകൾ, പോയിന്റ്ലെസ് പോയിന്റ്സ് എന്ന് പറയാം. ആ 5 എണ്ണം അക്കമിട്ട് നിർത്തിയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് മറുപടി പറഞ്ഞിരിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നാമതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണല്ലോ. അതിനെതിരെ അവരങ്ങനെ അട്ടിമറി നടത്തുന്നു. അവർ മര്യാദക്കല്ലേ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടല്ലേ പല കോൺഗ്രസ്സുകാരും ജയിച്ചിരിക്കുന്നത് അല്ലേ? ഉത്തർപ്രദേശിൽ കൂടുതൽ സീറ്റ് കിട്ടിയില്ലേ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും ഒക്കെ? അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ജയിച്ചിട്ടില്ലേ? അപ്പോൾ ഈ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസിലായിരുന്നു ലേഖനം. പഴയ ആരോപണങ്ങൾ അത് തന്നെ ആണ് ഉയർത്തിയിരുന്നത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്ത കാര്യങ്ങളെ വെല്ലുവിളിക്കുന്ന ലേഖനമാണിത്. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ട രേഖകൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ, മൊത്തം രേഖകൾ പരിശോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് ആയിരുന്നു രാഹുൽ ഗാന്ധി. അതിന്റെ കണ്ടന്റ് വെച്ചിട്ടാണ് ഒരു ലേഖനം എഴുതുന്നത്. ചില നടികള് സെലക്റ്റീവാണ്. ഞാനിപ്പോ എന്ന് പറയില്ലേ ഈ പണിയില്ലാത്ത നടികള്. കാരണം ഇപ്പൊ 5 വർഷത്തിൽ ഒരു സിനിമ സ്വീകരിക്കുന്നുള്ളൂ എന്നൊക്കെ. 5 വർഷത്തിന്റെ ഇടയ്ക്ക് ആരോ കൊണ്ട് കൊടുക്കുന്നതാണ്. പക്ഷെ ഞാൻ സെലക്റ്റീവ് ആണെന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ സെലക്റ്റീവാണ്. പിന്നെ ഇയാള് ഈ സാഹചര്യത്തിനെ അവഗണിക്കുന്നു. ഇഗ്നോർസ് കോണ്ടെക്സ്റ്റ്. ഒരു നടന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ, സംഭവം, അത് അയാൾ പരിഗണിക്കുന്നില്ല. പിന്നെ ഒരു പരസ്പര ബന്ധം ഇല്ലാത്തടത്തൊരു ബന്ധം ഉണ്ടാക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുന്നു. കണക്ഷൻ ഇല്ലാത്തടത്തേ 2 കാര്യങ്ങൾ തമ്മിൽ ബന്ധപ്പെടില്ല. ഇയാൾ രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതാണ് പത്രം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മത്സരം തോറ്റ ശേഷം റഫറിയെ കുറ്റം പറയുകയാണ് രാഹുൽ ഗാന്ധി എന്നാണ് പത്രം പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്ന സത്യത്തിൽ റഫറിയുടെ റോളല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളൂ. മത്സരിക്കുന്നത് വേറെ ആളുകളല്ലേ. മത്സര രംഗത്ത് ഇല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നിട്ട് റഫറിയെ കുറ്റം പറയാ തോറ്റ ശേഷം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാൻ തോക്കുന്നു അല്ലേ? കളി മോശമാണ്. കാരണം കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒക്കെ ഇന്ത്യക്കാരൻ്റെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നു ഒക്കെ ഉണ്ട്. പ്രത്യേകന്മാരാണ്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ തോറ്റതിന് കാരണം മറ്റേ റഫറിയാണെന്ന് പാകിസ്ഥാൻ പറഞ്ഞാൽ എങ്ങനെയല്ലേ? ഷാഹിദ് അഫ്രീദി ഒക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇത് ആ സംബന്ധം. അപ്പോൾ ഈ കോൺഗ്രസിനോട് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം പറഞ്ഞതാണ്. അപ്പോൾ ഉത്തരം പറഞ്ഞത് പാർട്ടി ചിലപ്പോ
ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത ഉത്തരവുണ്ടല്ലോ അത് രാഹുൽ ഗാന്ധിക്ക് കൈമാറിയിട്ടുണ്ടാവില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരാള് ഇന്ത്യൻ എക്സ്പ്രസ് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 5 കാര്യങ്ങൾക്കുള്ള മറുപടി. അപ്പോൾ 5 കാര്യങ്ങൾ മറ്റേ പത്രം തന്നെ അക്കമിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് ഇലക്ഷൻ കമ്മീഷണർ നിയമനം. ഇലക്ഷൻ കമ്മീഷണർ നിയമനത്തിൽ മറ്റേ ചീഫ് ജസ്റ്റിസിനെ രാഹുൽ ഗാന്ധിക്ക് കുറേ അഭിപ്രായമുണ്ട്. ചീഫ് ജസ്റ്റിസിനെ നീക്കി ഈ സർക്കാർ എന്നാണ് രാഹുലിൻ്റെ ആരോപണം. കമ്മീഷണർ എന്ന് പറയുന്ന കമ്മീഷണർമാരുടെ ഒരു പാനലുണ്ട്. ആ പാനല് 2023 സുപ്രീം കോടതി വിധി മറികടന്ന് ഉണ്ടാക്കി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അത് UPA സർക്കാർ ഉൾപ്പെടെ സകല സർക്കാരുമാരും ഈ കമ്മീഷണർ നിയമനങ്ങളിൽ ഇങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ട്. 2007 UPA രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ സർക്കാർ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുമ്പോൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിരുന്നു. മറ്റേ വീരപ്പ മൊയ്ലി അധ്യക്ഷനായിട്ടൊരു ഭരണപരിഷ്കാര കമ്മീഷൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ വീരപ്പ മൊയ്ലി നിർദ്ദേശിച്ചത് ഒരു കൊളീജിയത്തിനെ വെക്കാനാണ് ഇത്തരം നിയമനങ്ങളിൽ. അത് പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, പിന്നെ പ്രതിപക്ഷ നേതാവ്, നിയമമന്ത്രി, രാജ്യസഭ ഉപാധ്യക്ഷൻ, പിന്നെ ഇങ്ങനത്തെ ഒരു കൊളീജിയം, ഇവരെല്ലാം അടങ്ങിയത്. ആ കാര്യം മറ്റേ കോൺഗ്രസ് സർക്കാർ ഒന്നും ചെയ്തില്ല. അവർ തന്നെ നിയമിച്ച ഭരണപരിഷ്കാര കമ്മീഷൻ വീരപ്പ മൊയ്ലി. 20ാം നിയമ കമ്മീഷൻ, ഈ നിയമ കമ്മീഷനും ഇത്തരം ശുപാർശകൾ ചെയ്തിരുന്നു. AP ഷായുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ 2015. അതും നടപ്പാക്കിയിട്ടില്ല. 2023 നിയമമാണ് ഇപ്പോൾ കമ്മീഷണർ നിയമത്തിന് എടുക്കുന്നത്. അത് ഭരണഘടനയുടെ 365 വകുപ്പ് പ്രകാരമാണ്. 2, വോട്ടർമാരുടെ എണ്ണം കൂടുതൽ എന്ന് പറയുന്നത് 41 ലക്ഷം. അത് 5 മാസത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും ആളുകൾ കൂടി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തിനേക്കാൾ കഴിഞ്ഞ 5 വർഷം കൂടുതലായി ചേർന്ന വോട്ടർമാർക്ക് തുല്യമാണിത് എന്നാണ് ആരോപണം. അവസാന വോട്ടർ പട്ടിക ഉണ്ടാക്കുന്ന എല്ലാ ഘട്ടത്തിലും കരട് വോട്ടർ പട്ടിക ഈ പ്രതിപക്ഷവുമായിട്ട് പങ്കുവെക്കാറുണ്ട് ഇല്ലേ? അതെ. ഓരോ സ്ഥലത്തുള്ള കമ്മിറ്റി, കോൺഗ്രസ് കമ്മീഷന്മാരും ഈ കക്ഷികൾക്കുമൊക്കെ ഇത് കൊടുക്കാറുണ്ട്. അവർക്ക് മാറ്റങ്ങൾ നിർദ്ദേശിക്കാം. അപ്പോൾ കോൺഗ്രസിന് 27,099 ബൂത്ത് ഏജന്റുമാരുണ്ടായിരുന്നു. അവരൊക്കെ ഇത് കണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരൊരു പരാതിയും ഇക്കാര്യത്തിൽ പറഞ്ഞില്ല. അതാണ്. 3ാമത്തെ കാര്യം വോട്ടർ ടേൺ ഔട്ട് 58.22% ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന അന്ന് വൈകുന്നേരം 5 മണിക്ക് 5 മണി കഴിഞ്ഞും ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. 5 മണിക്ക് വന്നത് 58.22% മഹാരാഷ്ട്ര. അത് പിന്നെ 2024 നവംബറിൽ 5 മണിക്ക് പറഞ്ഞാണിത് തെരഞ്ഞെടുപ്പ് നടന്നിട്ട്. അത് രാവിലെ ആയപ്പോൾ 66.05% പറഞ്ഞു. ഇത് തെറ്റാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എപ്പോഴും ആ 5 മണിക്ക് പറഞ്ഞിരുന്ന് രാവിലെ മാറ്റം വരാറില്ലേ? നമ്മൾ പത്രപ്രവർത്തനം നടത്തുന്നതല്ലേ? എപ്പോഴും ഇത് ചിലപ്പോൾ 4-5% കൂടി എന്നൊക്കെ ഇരിക്കും. അപ്പോൾ 7.83% വർധന വന്നു 5 മണി. ഇതെങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. 76 ലക്ഷം പേര് വോട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2019 ഈ വ്യത്യാസം 0.64% എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. തെറ്റാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 2019 വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. 2019 54.43% നിന്ന് 61.10 വൈകുന്നേരം പറഞ്ഞതിൽ നിന്ന് 7% വ്യത്യാസം ഇപ്പോഴും വന്നിട്ടുണ്ട്. 2024 58.22 നിന്ന് 66.05 2024 രാഹുൽ 5 മണിക്ക് 2024 രാഹുൽ പറയുന്നത് വൈകുന്നേരം 5 മണിക്കുള്ള കണക്ക്. 2019 6
അപ്പുറം ഉള്ള അവസാന ഫിഗറാണ് ആദ്യം പറഞ്ഞിരുന്നത്. 5 മണിയുടെ കണക്കല്ല പറഞ്ഞിരുന്നത്. അത് രാഹുൽ ഗാന്ധി പോഴനായതുകൊണ്ട് കണക്കിലെടുത്തിട്ടില്ല. അന്ന് പറഞ്ഞത് 2019 പറയുന്നത് 6 മണിക്ക് ശേഷം പോളിംഗ് പൂർത്തിയായ ശേഷം കിട്ടിയൊരു കണക്കാണ്. 5 മണിയുടെ കണക്കായിരുന്നില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ പിന്നെ അവസാനത്തെ 2 മണിക്കൂറിൽ 76 ലക്ഷം പേരോ മറ്റോ കൂടുതൽ വോട്ട് ചെയ്തു എന്ന് ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ അതും തെറ്റാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 5 മണിക്ക് ശേഷം കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ കണക്കുണ്ട്. കണക്ക് മുഴുവൻ ഡാറ്റ റെക്കോർഡഡ് ആണ്. അപ്പോൾ ഇയാൾ പറയുന്നത് അതും പോഴത്തമാണ്. പിന്നെ ബോഗസ് വോട്ടിംഗ് എന്ന് പറയുന്നത് 85 മണ്ഡലത്തിൽ 12,000 ബൂത്തിൽ കൂടി എന്നാണ് പറയുന്നത്. വോട്ടുകളുടെ എണ്ണം കൂടിയെന്ന്. BJP 2024 ലോക്സഭയിൽ കുറഞ്ഞ വോട്ട് കിട്ടിയ സ്ഥലങ്ങളിലാണ്, ഈ ബൂത്തുകളിലാണ് ഈ കൂടുതൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാമാത്തി എന്ന് പറയുന്ന സ്ഥലം ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. 1.19 ലക്ഷത്തിൽ നിന്ന് അവിടെ 1.75 ലക്ഷം വോട്ട്, 1.19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അത് 1.75 ലക്ഷമായിട്ട് BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടിയെന്ന്. അങ്ങനെ കൂടാമല്ലോ, അതിലെന്താ തെറ്റ് അല്ലേ? പക്ഷെ ഇതിലുള്ള കുഴപ്പം എന്താണെന്നറിയോ? അവിടെ മത്സരിച്ചത് BJP അല്ല, അവിടെ മത്സരിച്ചത് ശിവസേനയായിരുന്നു. അപ്പൊ വീണ്ടും പോഴനാന്ന് തെളിയിച്ചു. അപ്പോൾ പോളിംഗ് ഏജന്റുമാര് ഈ ഒബ്ജക്ഷൻ ആ സമയത്ത് പറഞ്ഞിട്ടില്ലെന്നേ. ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നു, അപ്പോഴല്ലേ പറയേണ്ട സമയത്തല്ലേ പറയണ്ടേ. പോളിംഗ് ഏജന്റുമാർ ഒബ്ജക്ട് ചെയ്തില്ല. സ്ഥാനാർത്ഥി സുരേഷ് യാദവ് റാവു ബോയറും ഒരു പരാതി ഇതുവരെ കൊടുത്തിട്ടില്ല ഇത് സംബന്ധിച്ച്. 112 പരാതികളാണ് മഹാരാഷ്ട്രയിൽ ഉടനീളം മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്. അതിൽ ഈ മണ്ഡലത്തിനെ പറ്റി പരാതിയില്ല. പിന്നെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ലേഖനത്തിൽ ഇപ്പോൾ വരുന്നത്? ഇത് രാംടെക് ലോക്സഭാ മണ്ഡലത്തിലുള്ള നിയമസഭാ മണ്ഡലമാണിത്. അവിടെ BJP അല്ല മത്സരിച്ചത്, രാഹുൽ ഗാന്ധി പറയുന്ന പോലെ ശിവസേനയാണ് മത്സരിച്ചത്. പിന്നെ 5ാമത്തെ കാര്യം, വീഡിയോഗ്രാഫിയും CCTV ദൃശ്യങ്ങളും ഷെയർ ചെയ്യുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യുന്നത് വയലേഷൻ ഓഫ് സീക്രസി എന്നുള്ളത് കൊണ്ടാണ്, രഹസ്യത്തിന്റെ അല്ലേ. അതെന്താന്ന് വെച്ചാൽ സിനുജി പോയി വോട്ട് ചെയ്യുമ്പോ അത് CCTVയിൽ ഒക്കെ തെളിഞ്ഞുണ്ടാവുമല്ലോ ആർക്കാ വോട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അത് നിങ്ങൾക്ക് രഹസ്യമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശമാണല്ലോ. അതൊക്കെ പുറത്തു കൊടുക്കുന്നത് നിങ്ങളുടെ സ്വകാര്യതയുടെ ലംഘനമാണത്. അത് കൊടുക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്തും കൊടുക്കാറില്ല. ഈ മഹാരാഷ്ട്രയിലെ മാത്രം കഥയല്ല ഇത്. ഇതാണ് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിന് ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക്. അസാധാരണ സാഹചര്യമാണ്. അപ്പൊ രാഹുൽ ഗാന്ധിയെ ഒരു ലേഖനം അച്ചടിച്ചു ഇന്ത്യൻ എക്സ്പ്രസ്, അവര് തന്നെ രാഹുൽ ഗാന്ധിയെ എക്സ്പോസ് ചെയ്തു. ഈ രാഹുൽ ഗാന്ധി മോനെ നീ പോഴനാണ് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ ഒറ്റ ദിവസം കൊണ്ട് അടുത്ത ദിവസം ഈ ഞങ്ങളുടെ വായനക്കാർക്ക് മുമ്പിൽ അങ്ങ് പോഴനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.